പ്രോഡക്റ്റ് സെല്ലാനും കസ്റ്റമറിനെ കിട്ടാനും ബൂസ്റ്റ് ചൂസ് ചെയ്യാറുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, എന്തായാലും കണ്ടോ, ഉപകാരപ്പെടും. ബിസിനസ് ഓണേഴ്സ് എന്നോട് ഒരു മീറ്റിംഗിൽ ചോദിച്ചായിരുന്നു, ബൂസ്റ്റ് ചെയ്യണതാണോ അല്ലെങ്കിൽ മെറ്റാഡ്സ് ചെയ്യണതാണോ അവരുടെ ബിസിനസ്സിന് ലാഭം കൊണ്ടുവരുന്നത്. ഞാൻ ഇതിന് കൊടുത്ത മറുപടി, ബൂസ്റ്റ് നമ്മൾ ചെയ്യണത് ലൈക്ക്, കമന്റ്, ഷെയർ, റീച്ച് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ്. ബൂസ്റ്റ് നമ്മൾ ചെയ്യാൻ നേരത്ത് നമ്മുടെ വീഡിയോസും പോസ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് ആളുകളിലേക്ക് എത്തും. വേറൊരു പ്രശ്നം എന്ന് വെച്ചാല് ഇത് നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ വേണ്ടാത്ത ആളുകളിലേക്കായിരിക്കും കൂടുതലും എത്തണത്. അവരിലേക്ക് നമ്മുടെ വീഡിയോസോ നമ്മുടെ പോസ്റ്റേഴ്സോ ഒന്നും എത്തിച്ചിട്ടൊന്നും കാര്യമില്ല. അവര് നമ്മുടെ പ്രോഡക്റ്റോ സർവീസോ വാങ്ങിക്കാൻ പോണില്ല. ബൂസ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണ്, 2-3 ക്ലിക്കില് പരിപാടി കഴിഞ്ഞ്. പക്ഷേ കൂടുതൽ കസ്റ്റമറിനെ കിട്ടാനും കൂടുതൽ സെയിൽസ് ഒക്കെ ജനറേറ്റ് ചെയ്യാനൊക്കെ എപ്പോഴും മെറ്റാഡ്സ് തന്നെയാണ് നല്ലത്. കാരണം ഒരു പ്രാവശ്യം നമ്മ ക്യാമ്പയിൻ റൺ ചെയ്യാൻ നേരത്തെ തന്നെ അതിൽ ഇഷ്ടംപോലെ വേരിയേഷൻസ് യൂസ് ചെയ്യാം. വീഡിയോസിന്റെ വേരിയേഷൻസ് യൂസ് ചെയ്യാം, പല പല പോസ്റ്റേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വീഡിയോസിൽ തന്നെ പല പല ഹുക്കുകൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാൻ പറ്റും. ഇതിൽ ഹുക്ക് റേറ്റ് എത്രയാണ്, ഹോൾഡ് റേറ്റ് എത്രയാണെന്നൊക്കെ അറിയാൻ പറ്റും. ഹുക്ക് റേറ്റ് എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ വീഡിയോന്റെ 3% കണ്ടവര്, ഹോൾഡ് റേറ്റ് എന്ന് പറയുന്ന നേരത്ത് വീഡിയോന്റെ 3% കൂടുതൽ കണ്ടവര് ഇത്ര പേരാണ്. ഇങ്ങനെ നമുക്ക് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ നേരത്ത് എവിടെയാണ് ആൾക്കാരുടെ അറ്റൻഷൻ പോണതെന്ന് മനസ്സിലാക്കി നമുക്ക് അതിനനുസരിച്ചുള്ള കണ്ടന്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് റൺ ചെയ്യണ ആഡ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ബെസ്റ്റ് പെർഫോമിംഗ് ആയിട്ടുള്ള ആഡ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കി അതേപോലത്തെ ഒരു കണ്ടന്റ് നമ്മുടെ മാർക്കറ്റിൽ നമുക്ക് പരീക്ഷിക്കാൻ പറ്റും. ഈ ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ വീഡിയോന്റെ 25% കണ്ടവരെയും 50% കണ്ടവരെയും അവരിലേക്ക് വീണ്ടും എത്തിക്കാൻ പറ്റും നമ്മുടെ ആഡ്സ്. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു പ്രോഡക്റ്റും സർവീസും നമ്മുടെ കസ്റ്റമറിലേക്ക് എങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്നൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോഴും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തേക്ക്.